ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു മുരിങ്ങാക്കായും പരിപ്പും കറി വയ്ക്കുന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിലിട്ടുള്ള റെസിപ്പി. ഇതിൻ്റെ കൂടെ വേറൊരു ചേരുവയും കൂടി ചേർത്തുന്നുണ്ട്. അത് പച്ചക്കറി കാണിക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരും പരിപ്പും വേവിച്ചെടുക്കണം. അതിന് 2 കൈക്കുമ്പിൾ പരിപ്പ് കഴുകിയൊക്കെ കുക്കറിലിട്ടിട്ടുണ്ട്. ഒരു 20ഓളം ചക്കക്കുരു ചെറുതാക്കി മുറിച്ചിട്ട് അതും കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചക്കക്കുരു പരിപ്പൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഒരു 3 വിസിൽ കയറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ ചക്കക്കുരും പരിപ്പൊക്കെ നല്ലോണം വെന്ത് പാകമായി കിട്ടുള്ളൂ. പരിപ്പ് ഇവിടുന്ന് വേകുമ്പോഴേക്കും ഇതിലേക്കുള്ള പച്ചക്കറിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 മുരിങ്ങാക്കായ, ഇളയ മുരിങ്ങാക്കായാണ് കേട്ടോ. മറ്റൊരു പച്ചക്കറി കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 2 തണ്ട് ചേമ്പുതാൾ മുറിച്ചതാണ്. അത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം പഴുത്ത 2 വലിയ തക്കാളി അതും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കുക്കർ 3 വിസിലൊക്കെ വന്നിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കുക. ചക്കക്കുരു പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കയ്യിലോട്ട് ഇങ്ങനെ ആ ചക്കക്കുരൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഈ ചക്കക്കുരു മുരിങ്ങാക്കായൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇപ്പം ചക്കക്കുരും പരിപ്പൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ മുറിച്ച് വെച്ച മുരിങ്ങാക്കായും ചേമ്പിൻ്റെ താള് തക്കാളി ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചക്കക്കുരു മുരിങ്ങാക്കായൻ്റെ കൂടെ ഈ ചേമ്പുതാൾ ഇടുന്നതൊക്കെ എല്ലാവരും ആദ്യമായിട്ട് കാണുമായിരിക്കും. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചേമ്പുതാൾ ഇടുമ്പോൾ. അപ്പോൾ ഈ കഷ്ണമൊക്കെ ഇട്ടെടുത്തപ്പോൾ അതിൽ വെള്ളമില്ലല്ലോ, അപ്പോൾ ലേശം കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂണ് മുളക് പൊടി, ആദ്യം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് കുക്കറിൻ്റെ മൂടിയിട്ട് വേവിക്കുകയാണെങ്കിൽ ഒരു വിസിൽ വരുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഓഫാക്കിയിട്ട് എയർ പോക്കണം കേട്ടോ. മറ്റേ മുരിങ്ങക്കായ പിഞ്ചായതിനെ കൊണ്ട് അലിയാനുള്ള സാധ്യത ഉണ്ട്. അരയ്ക്കടുത്ത സാധനങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പിടിച്ചില്ല കേട്ടോ. 1.5 കപ്പ് തേങ്ങ ചിരകിയതും 1/4 ടീസ്പൂണ് ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 3-4 ചെറിയ ഉള്ളി കൂടിയിട്ടാട്ടോ അരച്ചെടുത്തത്. കുക്കർ തുറന്ന് വെക്കുക. കഷ്ണമൊക്കെ ഉടയാതെ കിട്ടിയിട്ടുണ്ട്. ഇനി വല്ലാതെ ഇങ്ങനെ കയ്യിലിട്ട് ഉടച്ചതാക്കരുത്, അപ്പോൾ ഈ മുരിങ്ങക്കായ ഉടയാനുള്ള സാധ്യത ഉണ്ട്. ഇനി അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചേമ്പുതാൾ ഇട്ടതിനെ കൊണ്ട് ഈ കറിയിൽ പുളി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജീരകമൊക്കെ അരച്ചിട്ട് എലിശ്ശേരി പോലെയാണ് ഇപ്പോൾ ഈ കറി ഉണ്ടാക്കിയത്. ഇനി ഈ കറി അരപ്പൊഴിച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകം നോക്കിയപ്പോൾ ലേശം ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. മൂടി തുറന്ന് വെക്കുക. കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്തി കൊടുക്കണം. ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അപ്പം കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ചിട്ട് ഈ വറവിൻ്റെ കൂടെ ചേർത്തട്ടോ. ഞാൻ പിന്നെ ഉള്ളി ഇല്ലാത്തതിനെ കൊണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ മൂപ്പിച്ചുള്ളൂ. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക. ഞാൻ ചീനച്ചട്ടിയിലേക്ക് ലേശം കൂടി കറി ഒഴിച്ചിട്ട് അതിലേക്ക് എടുത്ത് ഒഴിക്കുക. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു ചക്കക്കുരു മുരിങ്ങാക്കായ ചേമ്പുംതാൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ വറവ് കറിയിലേക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് വെക്കുക. ഈ കറിയിലൊക്കെ വറുത്തിടുന്ന സമയത്ത് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ആ വറവ് ആ കറിയിലേക്ക് സെറ്റാവണം. ഇനി കറി ഒരു സർവിങ് ബൗളിലേക്ക് വിളമ്പി മാറ്റുക. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മളെ തൊടിയിൽ തന്നെ കിട്ടുന്ന മായം കലരാത്ത ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ചേമ്പിൻ്റെ താള് ചേനേൻ്റെ തണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കറി വയ്ക്കുക. മീൻ കറീനേക്കാളൊക്കെ ടേസ്റ്റിലുള്ള കറി ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റും എഴുതി അറിയിക്കണേ.